സാർ ഒരു പുതിയ കേസ് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് കയറി വാടാ, വാടാ ഇങ്ങോട്ട്, ഇങ്ങോട്ട് പറയും. നമസ്കാരം. നിങ്ങളായിരുന്നു? എന്താ പുതിയ പ്രശ്നം? സാർ ഇതിലൊന്ന് ഇടപെടണം, ഇതെന്റെ ലൈഫിന്റെ പ്രശ്നമാണ്. പറഞ്ഞു തൊലക്ക്. മന്ത്രിക്ക് എസ്കോർട്ട് പോകാനുള്ള. സാർ ഞാൻ പറയാം സാറേ. താൻ പറയണ്ട, ഇയാൾ പറയട്ടെ. സാറേ, ഞാനൊരു കൽപ്പണിക്കാരനാണ്. പണി കഴിഞ്ഞ് വീട്ടിൽ വന്ന അര ക്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞ ഇവൾക്ക് നേരല്ല. ഓൾ 24 മണിക്കൂറും മേക്കപ്പ് ചെയ്തിട്ട് ഈ റീൽസിന്റെ മുന്നിലാണ്. ഒരുപാട് ഫോളോവേഴ്സും ഉണ്ട്. അത് മാത്രല്ല, ഇപ്പൊ കൊറേ കഴിഞ്ഞിട്ടുണ്ട്. അവള് എയിലേക്ക് പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ബലമായ ഡൗട്ട് ഉണ്ട് സാറേ. സാറേ, കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ആ സാധനം എറിഞ്ഞു തകർത്ത്. ഏത് സാധനം? മൊബൈൽ ഫോണാണ്. ഇങ്ങേർക്ക് ഇതിന്റെ വില അറിയില്ല സാറേ. എന്റെ കൊച്ചിന് സ്കൂളിലെ മാഷന്മാര് പഠിക്കാൻ വേണ്ടി കൊടുത്തതാ അത്. ഈ മാഷിമാരും വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഇവിടെ മുണ്ടനെ വേണ്ട, ഇത് കേൾക്കണതിന് കലർജ. അതുകൊണ്ടല്ലേ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിപ്പെടുത്തിയ. മതിയടാ, നിനക്കത് മതി. നിന്നെ സംബന്ധിച്ചോളം നിനക്കത് ഉന്നത വിദ്യാഭ്യാസമാണ്. താങ്ക് യു. താൻ പോയി എസ്കോർട്ടിന് പോകാനോട് റെഡിയാൻ പറയും. സർ, ഇയാൾക്ക് എല്ലാരെയും സംശയ. സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷന്മാരെ പോലും സംശയ. എന്നാ നാടിയത്? സാറേ, ഇതാണ് ഇവിടെ മെയിൻ ഐറ്റം. ദേശീയ പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പ കട്ടം പോകും. നിങ്ങൾക്ക് എപ്പം നോക്കിയാലും പ്രശ്നമാണല്ലോ. ഈ നാട്ടിൽ വേറെ എന്തെല്ലാം പണിയുണ്ട്? വല്ല തൊഴിലുറപ്പിനോ ടൈലറിങ്ങിനോ അതിനൊക്കെ പൊയ്ക്കൂടെ? സാറേ, എനിക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയില്ല സാറേ. എനിക്ക് വലിവിന്റെ അസുഖമുള്ളതാ. എന്നാ പിന്നെ നീ വല്ല യോജിക്കുമ്പോ അനിയാള് സമ്മതിക്കണ്ടേ? ഇയാൾക്ക് സംശയല്ലേ? സാറേ, കളരിക്കോ കരാട്ടക്കോ യോഗക്കോ എന്തിനു വേണമെങ്കിലും പോയിക്കോട്ടെ, എനിക്ക് ഇച്ചിരി മനസ്സമാധാനം തന്നാ മതി. ഒന്ന് പോയി ഇവിടുന്ന്. സുരേഷേ, ഇവരുടെ ഈ പരാതി എഴുതി വാങ്ങിച്ചോ. നടക്കട്. പാളയത്തേക്ക് പോവാ സാറേ. പോവാ. പോട്ടെ. അപ്പോ താൻ നാളെ പോവോ? പോകും സാർ. എന്താ വത്സലേ? ചന്ദ്രേട്ട ഒരു കാര്യം മറന്നു. എന്താ? ഒന്ന് എഴുതിയെടുത്തോ ചന്ദ്രേട്ട. എഴുതൊന്നും വേണ്ട, പറഞ്ഞു. 1/2 കിലോ ഉള്ളി, സാമ്പാർ പരിപ്പ്, 1 കിഴങ്ങ്, പിന്നെ ഉപ്പേരിക്ക് എന്തെങ്കിലും. അതുപോലെ 3 കഴിക്കാൻ ബേക്കറിന്ന് പലഹാരം. ഒരു കാര്യം മറന്നു, 1 കിലോ തക്കാളി. അല്ല വത്സലേ, കഴിഞ്ഞ ദിവസല്ലേ തക്കാളി 1 കിലോ വാങ്ങിച്ചത്? ഇത്ര പെട്ടെന്ന് തീർന്നോ? വേണ്ട, എന്താ പിന്നെ മീൻ കറിക്ക് തക്കാളി? മേടിച്ചേക്കാം. ഇനി തക്കാളി ഇല്ലാത്തോണ്ട് മീൻ കറി കുളവാണ്. ശരി, ഓക്കെ. ഇന്നാ സാറേ കടം വാങ്ങിയ പൈസ. തിരിച്ചു തരാൻ കടം തന്നൊന്നുമല്ല, നീ അതവിടെ വെച്ചോ. അതല്ല സാറേ, ഇനിയും ആവശ്യമുള്ളപ്പോ ചോദിക്കാലോ. അതപ്പോഴല്ലേ നമുക്ക് ആലോചിക്കാം. പിന്നെ മായേ, കുറ്റവാളികളുടെ കാലമാണ്. കെട്ട സ്വഭാവം മനുഷ്യർക്ക്, സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിക്കാം സാറേ. സുന്ദരിയാ. നൗഷാദേ, നിന്നെ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. ഇവിടെയൊക്കെ ഉണ്ട് സാറേ. പാവങ്ങളെയൊക്കെ വെറുതെ വിട്ടേക്കണേ. സാറേ, എന്നാ ആയിക്കോട്ടെ. ഞങ്ങളുടെ കാര്യമൊക്കെ വലിയ കഷ്ടം തന്നെയാണ്. ഫോൺ പേയും ഗൂഗിൾ പേ ഒക്കെ വന്ന കാരണം ഇത് കണ്ടില്ലേ സാറേ? അപ്പൊ ബുദ്ധിമുട്ടാ അല്ലേ? അതെ സാറേ. എന്നാ വേണ്ട സാറേ, പഴയ കണക്ക് തന്നെ ബാക്കിയാ. വെച്ചോ. ശരി ചേട്ടാ. മായേ, ഇന്നലെ ഇതിനെ നോക്കിയായിരുന്നു കേട്ടാ. Today, most countries in the world have a constitution, while all democratic countries likely to have a constitution. It is not necessary that all countries that have a constitution are democratic. ഹലോ ചന്ദ്രേട്ട. നീ ഉറങ്ങിയായിരുന്നു മനസ്സിലേ? ഇല്ല. ചന്ദ്രേട്ടൻ ഊണ് കഴിച്ചോ? ഇല്ല, കഴിക്കണം. പിന്നെ വാതിലൊക്കെ നന്നായിട്ട് അടച്ചേക്കണം. അടുക്കള വാതിലിന്റെ പാണിക്കൊരു ഇളക്കമുള്ളതറിയാമല്ലോ. പോലീസുകാരായിട്ട് ഇങ്ങനെ പേടിച്ചാലോ? പോലീസുകാരൻ തന്നെയാ.
എന്നാലും സ്വന്തം വീടിനെ കുറിച്ചൊരു ശ്രദ്ധ വേണ്ടേ? Country is usually made up of പിന്നെ നിനക്കറിയാവോ, തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് കുറുവാ സംഘം എന്നും പറഞ്ഞ് കുറെ അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ക്രൂരന്മാരാ. അതുകൊണ്ട് അടുക്കള വാതക്കിലെ ലൈറ്റൊക്കെ ഇട്ടാക്കണം. വെറുതെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സൂക്ഷിക്കേണ്ടത് നമ്മളാ. എന്നാ വേഗം ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങിക്കോ. ആ എടി, മോൻ ഉറങ്ങിയോ? certain ideals. അവൻ പഠിക്കുക. ശരി ശരി, കിടന്നു. ആ ശരി ചന്ദ്രേട്ടാ. പച്ചമുളക് 20. ആ വാ സാറേ 30 റുപ്യ. അതെ, അത് നിങ്ങൾ കൊണ്ടേക്കോളി സാറേ, വില ഞാൻ ചോദിക്കണ്ട. വേണ്ട, നേരത്തെ ബാക്കിയുണ്ട്. പോകാം. വേണ്ട സാറേ. വെച്ചോടൂ. സാറേ കൈ നീട്ട അതിനെ കൊണ്ടാ, അല്ലെങ്കിൽ വാ, ചായ കുടിച്ചിട്ട് പോ. അയ്യോ വേണ്ട സാറേ, ഞാൻ ഇപ്പൊ കഴിച്ചോളൂ. എന്നാ ശരിയടോ. ഓക്കെ. ആ എത്തിയോ? ഓ, ഇന്നെന്താ ഉണ്ടാക്കിയത്? ദോശയാണോ? എന്താ നിന്റെ മുഖത്തൊരു ക്ഷീണം? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ചുമ്മാ ആളെ പേടിപ്പിക്കാനായിട്ട് കുറുവ മട്ട എന്നൊക്കെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട്. നിന്റെ ഒരു കാര്യം. അവനോടോ മോൻ? നല്ല ഉറക്കമാ. പാതിരാത്രി വരെ മൊബൈലല്ലേ, എണീറ്റിട്ടില്ല. ചന്ദ്രേട്ടാ, ഗ്യാസ് ബുക്ക് ചെയ്തോ? എല്ലാത്തിനും ഒരു സമയമുണ്ട് വത്സല്ലേ. ഓ, ഇത് നിങ്ങളുടെ സ്ഥിരം പല്ലവി തന്നെയാ. ആദ്യം ചെന്ന് ഈ യൂണിഫോം ഒക്കെ മാറ്റ്, എന്നിട്ട് കിണുങ്ങാം. ശരിയാ, ആകെ വേർപ്പും പൊടിയാ, ഒരു പാളയത്തിന്റെ മണമാ. കയറിയില്ലേ ഉള്ളൂ, അപ്പോഴേക്ക് തുടങ്ങിയോ? ഇച്ചിരി റെസ്റ്റ് എടുത്തൂടെ നിങ്ങക്ക്? വത്സലേ, നീയും എന്നെ പോലെ തന്നെയല്ലേ, എന്നാ പിന്നെ നിനക്കും എടുത്തുകൂടെ ഇച്ചിരി റെസ്റ്റ്? നിങ്ങളോടൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞാ അപ്പൊ ചാടിക്കടിക്കാൻ തുടങ്ങും. Good morning, അച്ഛാ. ആരത്? അച്ഛന്റെ പൊന്നിന്ന് ക്ലാസ്സില്ലേ? ഇന്ന് ശനിയാഴ്ചയല്ലേ അച്ഛാ? ഓ, ഞാനതങ്ങ് മറന്നു. അതുകൊണ്ടേ നമുക്കൊന്ന് അടിച്ചു പൊളിച്ചാലോ? ഓക്കേ.